ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ എൻ്റെ കോസ്റ്റ്യൂം കോളൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ചാലഞ്ചാണ് വന്നത്. എനിക്കെപ്പോഴും എന്നും ഒരു വിചാരം ഉണ്ടാവും, എൻ്റെ യൂട്യൂബ് ചാനലിലൊരു ചാലഞ്ചൊക്കെ നടത്തണം. ഞാൻ മാത്രമേ ഉള്ളൂ, സ്വന്തക്കാണ് ഞാൻ വീഡിയോ എടുക്കുക, ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിടിച്ചത്. അതുകൊണ്ട് നമുക്ക് സ്വന്തയ്ക്ക് പറ്റുന്ന ചാലഞ്ചൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് പറയുന്നതിൻ്റെ മുൻപ് നമുക്ക് നേരോടിക്ക് പോവാം. അല്ലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരോടിക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാലഞ്ച് പറഞ്ഞാൽ നെയിം ഈറ്റിംഗ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പേരൊക്കെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങളെ പേരിടുക. എൻ്റെ അടുത്ത് നിങ്ങളെ പേരിൽ കിട്ടുന്ന അക്ഷരങ്ങളിലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ നെയിം ഈറ്റ് ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും നെയിം ഈറ്റിംഗ് ചാലഞ്ച്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ പേര് കമന്റ് ബോക്സ് ചെയ്യണേ. അപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ പേരെന്നാണ് ചെയ്യുന്നത്. ഇത് മലയാളം ഇംഗ്ലീഷും മിക്സഡ് ആയിട്ടാണ്. എൻ്റെ പേര് ദേവിന. അപ്പം ഡി അത് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഡീപ്പ് ഐസ് വാട്ടർ. കാരണം ഇതിനാണ് ഫ്രീസറില്ല, അതിന് പറയാം ഡീപ്പ് ഫ്രിഡ്ജ് എന്ന് അങ്ങനെ എന്തോന്നാണ്. അപ്പം ഡീപ്പായ നല്ല തണുപ്പുള്ള വെള്ളമാണിത്. എനിക്ക് ജലദോഷമാണ്, എന്നിട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിൽ കുറേ വെള്ളം വരുന്നുണ്ട്, 3 പ്രാവശ്യം വെള്ളം വരുന്നു. ഇനി അടുത്ത അക്ഷരം ഡി കഴിഞ്ഞാൽ ഈ എന്ന് വെച്ചാൽ നമുക്ക് ഈയും കൂട്ടാം, അല്ലാണ്ട് മറ്റേ ഇംഗ്ലീഷ് ലെറ്ററിലുള്ള ഈയും കൂട്ടാം. അപ്പം ഈ അക്ഷരത്തിൽ ഈത്തപ്പഴം. ഞങ്ങളുടെ നാട്ടിൽ ഇനി ഈത്തപ്പഴം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് പറയുന്നോട് മറന്ന്. അപ്പം നമുക്കിത് കഴിക്കാം. 2 ഞാൻ എടുത്തിട്ടുണ്ട് തീറ്റാൽ, അപ്പോൾ 2 നമ്മൾ കഴിക്കും. ഞങ്ങൾ നാട്ടിൽ കാരക്ക, അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയാത് ഈത്തപ്പഴം എന്നാണ്. ഇത് പൊളിക്കാനുണ്ട് പാടാ. എനിക്ക് അത്ര ഈത്തപ്പഴം ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൂട്ടുകാരി, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ദിവസം മിക്കവാറും അവളാണ് കൂടുതലും കഴിക്കൽ. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതെൻ്റെ ദിവസം ഗൾഫിൽ നിന്ന് ഉണ്ടോന്ന്, ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്നോണ് വന്ന് അതാ ഈ വീട്ടിൽ അത്ര കഴിക്കെല്ലാവരും. എൻ്റെ അമ്മ ഇടയ്ക്കെടുത്ത് കഴിക്കുന്നു ഇല്ല, അതുകൊണ്ട് ഇത് തീർന്നില്ല. അച്ഛൻ ഓഗസ്റ്റ് 14 വന്ന സ്വാതന്ത്ര്യദിനത്തിന് മുമ്പത്തെ ദിവസം. അപ്പം ഓഗസ്റ്റ് 2 മാസം കഴിഞ്ഞ്, സെപ്റ്റംബർ കഴിഞ്ഞ് 2ാമത്തെ മാസമാണ് ഒക്ടോബർ. അപ്പോൾ 2 ഞാൻ കഴിച്ച. അടുത്ത അക്ഷരം വി ആണ്. വി നോർമൽ വാട്ടറാണ്, വെറും വെള്ളം. അപ്പോൾ നമ്മൾ ചെയ്ത് ഇപ്പം DEV. ഇപ്പം ദേവ് അത്ര ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ അവിടെ നോക്കുന്നത്. ഞാൻ ഈ പേപ്പറിൽ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത അക്ഷരം എന്നാണ്. നാരങ്ങ. ഇത് നല്ല പുളി വയ്ക്കും. ഇതിന് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുണ്ടോന്നാണ്. ഇത് കുരു പോക്കാൻ നോക്കിയത്, അതാണെങ്കിൽ കയ്യിൽ കിട്ടുന്നില്ല കുരു.
എനിക്ക് കുരു ഇഷ്ടമല്ല. അങ്ങനത്തെ കുരുവിനൊക്കെ എന്തോ കയ്പ്പാണ്. ഞാൻ നോക്കുന്നത് എന്താണ് നാട്ടിൽ അത് എൻ്റെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആടുന്ന സമയം സൈക്കിൾ ഓട്ടുന്നുണ്ട് സാരല്ല ഈ ഭാഗത്തു നിന്ന്. അപ്പോൾ ഓല ഞാൻ ശ്രദ്ധിക്കേനി. ഓലിങ്ങനെ ഓട്ടുന്ന ഓല ഞാണോന്ന്. ഓ എന്ത് പൊടിയാ. അടുത്ത അക്ഷരം എ. അത് മലയാളത്തിലാണ്. അണ്ടിപ്പരിപ്പ്. ഇത് കഴിച്ചാൽ മതി. തീരെ തണുത്തള്ളം കുടിക്കാം. ഡീപ്പ് വാട്ടർ. അതിൻ്റെ എന്തോ കയ്പ്പ് പോലൊക്കെ തോന്നുന്നു. അടുത്ത അക്ഷരം എ കഴിഞ്ഞ അവസാനം തന്നെ ഇനിഷ്യലാണ്. അതും ഞാൻ കൂട്ടുന്നുണ്ട്. പി. ഇതെന്താണ് പറയാൻ ഞാൻ മറന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയാം പൊരിന്നാ. പൊരി. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് മാത്രമേ ഉള്ളൂ. DH മാത്രം ഇംഗ്ലീഷിൽ. ഞാൻ പുറത്തത്തെ ഫുഡ് എനിക്ക് കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അവസാനം എനിക്ക് എന്ത് തിന്നാലും വെള്ളം കുടിക്കണം. അതുകൊണ്ട് ഫസ്റ്റത്തെ തണുത്തള്ളം ഞാൻ പറഞ്ഞ ഡീപ്പ് വാട്ടർ അത് കുടിക്കാണ്. കിട്ടുന്നതിന് ഡീപ്പ് വാട്ടർ, അതിന് ഐസ് വാട്ടർ എന്നാണ് പറയാം. നിങ്ങളുടെ പേര് അയക്കുന്നവരെയും ഞാൻ അമ്മ, അച്ഛൻ, ടാട്ടൻ അവരൊക്കെ പേരാട്ടെടുക്കുക. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. ദേനോളാസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ദേവന സൈനിങ് ഓഫ്. ബൈ.